ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചിലേവരുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത, നമുക്ക് കുറച്ച് ബേഡുകളെ കൊടുക്കാറുണ്ട്. ആഫ്രിക്കൻ ലവ് ബേഡ്സിലെ ഫിഷർ വെറൈറ്റി, അതുപോലെ തന്നെ മാസ്ക് വെറൈറ്റി, അതിലെ വൈൽഡ് ഷോ ലൈൻ വൈൽഡ് ബേഡ്സുകൾ നമുക്ക് കൊടുക്കാറുള്ളത്. അതുപോലെ മാസ്കിലാണെങ്കിലും ഫിഷറിലാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ ഫുള്ള് കാണുക. ബേഡുകളുടെ ക്വാളിറ്റിയും മറ്റും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതിനുശേഷം ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വൈൽഡ് ഗ്രീൻ ഫിഷറിൻ്റെ 2 പേരാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഏകദേശം 10 മാസം കഴിഞ്ഞ ബേഡുകളാണെല്ലാം. പിന്നെ വൈൽഡ് ഗ്രീൻ ഫിഷറിനെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണമെന്നും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മാർക്കിംഗ് എന്താണെന്നൊക്കെ ഞാൻ നേരത്തെ പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും സംസാരിക്കണില്ല. ഞാൻ ലെങ്ത് ആക്കാനുള്ള വീഡിയോ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു മാർക്കിംഗ് അതിൻ്റെ ഹെഡ് മാർക്കിംഗ് ആണ്. അതിൻ്റെ പ്രോപ്പർ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഡേറ്റി ഷെയ്ഡ്, അതുപോലെ തന്നെ അതിൻ്റെ ഓറഞ്ച് കളറൊക്കെ കറക്റ്റായിട്ടുള്ള മാർക്കിംഗ് കൂടി തന്നെയാണ് പോയേക്കണത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വൈൽഡ് ഗ്രീൻ ഫിഷറിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്ന്. ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നില്ല. അപ്പോൾ അത് ഈ കാണുന്ന ബേഡുകളാണ് 2 പേരുകൾ. വൈൽഡ് ഗ്രീൻ ഫിഷർ ഷോ ലൈൻ. അതിൻ്റെ ലൈൻസ് വരുന്നത് അഗാപ്പോണിസ് ഡെൻമാർക്ക്, അതുപോലെ തന്നെ പീറ്റേഷ്യൻ ലൈൻസിൽ വന്ന ബേഡുകളാണ്. അപ്പം ആ ബേഡുകളെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് ബ്രീഡ് ചെയ്ത് ഇറങ്ങിയ ബേഡുകളാണ്. എൻ്റെ ചിക്കുകളാണ്. ഏകദേശം 10 മാസം പ്രായമായിട്ടുള്ള ബേഡുകളാണ്. ഒരു 12 മാസം 13 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രീഡിങ്ങിനൊക്കെ സെറ്റാക്കാം. അങ്ങനത്തെ കണ്ടീഷനുള്ള ബേഡുകളാണ്. പിന്നെ ഈ ബേഡുകൾ നമ്മൾ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ലിങ്കുകളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് കയറി കണ്ടുവച്ചാൽ മതി, കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ നമുക്ക് കേരളത്തിലേക്ക് എല്ലായിടത്തേക്കും നമുക്ക് ബേഡുകളുടെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ ബന്ധപ്പെടുക, നമ്മൾ അതനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. പിന്നെ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് വിടുക. നേരത്തെ എല്ലാ വീഡിയോസും പറയാറുണ്ട്. വാട്സപ്പിൽ മെയിനായിട്ട് മെസ്സേജ് വിടുക. അപ്പോൾ അതിൽ ഞാൻ റീപ്ലൈ തരാം. എനിക്ക് ഇതിൽ യൂട്യൂബിൽ നമുക്ക് അതിനുള്ള പരിമിതികളുണ്ട് അതിൻ്റെ ആയിട്ടുള്ള. അപ്പോൾ അതിനുശേഷം അതുകൊണ്ട് നമുക്കതിൽ റീപ്ലൈ ഇടാൻ പറ്റില്ല. അപ്പോൾ വാട്സപ്പിൽ ബന്ധപ്പെടുക, നമ്മൾ അതിന് റീപ്ലൈ തരുന്നതാണ്. ഒരുപാട് കൂട്ടുകാർ നമ്മോട് ചോദിച്ചിരുന്നു ഈ വൈൽഡ് ഗ്രീൻ ഫിഷർ, അതുപോലെ ഏറ്റവും കൂടി ചോദിച്ചേക്കുന്നത് വൈൽഡ് മാസ്ക്, അതുപോലെ തന്നെ വൈൽഡ് ഗ്രീൻ ഫിഷർ, ലുട്ടിനോ ഫിഷർ, ഒപ്പലൈൻ, അങ്ങനെ കുറേ ബേഡുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവരെയും കൂടി നമുക്ക് അറിയിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വെച്ചത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മൾ ബേഡുകൾ ഇങ്ങനെ കൊടുക്കണത് വീഡിയോ ചെയ്തേക്കണത് ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് നമുക്ക് ചെയ്യണത്. കാരണം വെച്ചാൽ എൻ്റെ ഏവിയറിൽ ഇറങ്ങണ ബേഡുകളാണ് ഞാൻ കൊടുക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് 20 ബ്രീഡിങ് പെയർ എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങണ ബേഡുകളാണ് ഞാൻ അത് പെട്ടെന്ന് പിടിച്ച് ഞാൻ കൊടുക്കില്ല. ഏകദേശം 6 മാസം എന്നോട് ബന്ധമുള്ള ആൾക്കാർ, അതായത് എന്നോട് ബേഡുകൾ കൊണ്ടുപോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാൻ കൊടുക്കണ കാര്യങ്ങളും ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനത് ബ്രീഡിങ് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയണം മിനിമം, എന്നിട്ട് ഞാൻ ബേഡുകൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് താമസിച്ചത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു 2 പേര് കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മാസ്കിൻ്റെ 3 ബേഡുകൾ കൊടുക്കണം. അത് ഇതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഉണ്ട്. അതിൽ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബേഡുകൾ എല്ലാത്തിനും കാണാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ബന്ധപ്പെടാം, നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. പിന്നെ അപ്പോൾ അതിനുശേഷം ഇതിനു മുമ്പ് നമ്മൊരു വീഡിയോ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വൈൽഡ് ഗ്രീൻ ഫിഷറിൻ്റെ വീഡിയോസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പേര് നമ്മളോട് കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നമ്മൾ ചില നമ്പറൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്, ചില നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് ബുക്ക് ചെയ്തതാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ 10-200 ചില ആൾക്കാരെ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആർക്ക് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ ഞാൻ റീപ്ലൈ തന്നു ഞാനത് അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക, ബേഡുകളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചാനലല്ലാതെ തന്നെ യൂട്യൂബിൽ പല ആൾക്കാർ വൈൽഡ് ഗ്രീൻ ഫിഷർ, അതുപോലെ വൈൽഡ് മാസ്കിനെ കുറിച്ചൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് അഗാപ്പോണിക്സ് ഡെൻമാർക്ക്, അതുപോലെ തന്നെ പീറ്റേഷ്യൻ, അവരുടെ പേജുകളൊക്കെ നോക്കിയാൽ വൈൽഡ് ഗ്രീൻ ഫിഷർ എന്താണെന്ന് പറയുക, വൈൽഡ് മാസ്ക് എന്താണെന്ന്, അതിൻ്റെ മാർക്കിംഗ് എന്താണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞിട്ട് തന്നെ ഈ കാണുന്ന 3 വൈൽഡ് മാസ്ക്, അത് 2 സോളിഡ് വൈൽഡ് മാസ്കും അതുപോലെ തന്നെ ഒരു മാസ്ക് പൈഡ്, വൈൽഡ് മാസ്കിൻ്റെ തന്നെ പൈഡ്.
ഇത് ബെൽജിയൻ ലൈൻസിൽ വരുന്ന ബേഡുകളാണ്. ഏകദേശം 10 മാസം പ്രായമായിട്ടുള്ള ഫീമെയിൽസാണ്. 10 മാസം പ്രായമായിട്ടുള്ള. പിന്നെ വൈൽഡ് മാസ്കിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അധികം വിവരിക്കണമെന്നില്ല കാര്യങ്ങൾ. അതിൻ്റെ കോളർ, അതുപോലെ എൻ്റെ ഹെഡ്, അതിൻ്റെ സൈസ്, അതിൻ്റെ മാർക്കിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയണില്ല. പിന്നെ അതുപോലെ തന്നെ മാസ്ക് പൈഡ് വെച്ചാൽ അതിൻ്റെ സാധാരണ പൊതുവെ നമുക്കറിയാം അത് അഡൽട്ട് ആവുന്നതോറാണ് കൂടുതൽ ബ്ലാക്ക് തെളിഞ്ഞ് വരുന്നത്. പക്ഷേ ഈ ഒരു 10 മാസം തന്നെ ആ ബേഡിൻ്റെ ഹെഡ് ഒരു ആവറേജ് ബ്ലാക്ക് ആയിട്ടുള്ളതല്ല. അപ്പം നല്ല അതിൻ്റെ ക്വാളിറ്റിയാണ് ആ ബേഡിൻ്റെ പാരൻസിൻ്റെ ക്വാളിറ്റിയാണ് കുഞ്ഞുങ്ങൾക്ക് കിട്ടിയേക്കണത്. അപ്പോൾ അതിൻ്റെ മെയിൽ ബേഡ് മാസ്ക് പൈഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇട്ടേക്കണത് സോളിഡ് മാസ്കാണ് ഫീമെയിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങിയ ബേഡാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു പാരൻസിൽ നിന്ന് നമുക്ക് സോളിഡ് മാസ്ക് ഇറങ്ങുമ്പോൾ തന്നെ മാസ്ക് പൈഡ് ഇറങ്ങും. അപ്പോൾ അത് ആ ഒരു ഫീമെയിലാണ് ഇപ്പോൾ മേലെ ഇരിക്കുന്നത്. 3 ഫീമെയിലാണ്. ഈ കാണുന്ന 3 ബേഡും ഫീമെയിൽസാണ്. നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്. പിന്നെ മാർക്കിങ് കോളറൊക്കെ നല്ല യെല്ലോ കോളർ, ബ്ലാക്ക് മാസ്ക്, അതുപോലെ തന്നെ എൻ്റെ ഫെദർ ഒക്കെ എല്ലാം നല്ല പ്രോപ്പർ മാർക്കിംഗ് ഉള്ള ബേഡാണ്. സാധാരണ മാസ്ക് ബേഡ് ക്വാളിറ്റി കുറഞ്ഞൊക്കെ ഒരു ചുവപ്പ് ഷെയ്ഡ് ഉണ്ടാവും സാധാരണ ഒരു ഈ പൊതുവെ കാണുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന ബേഡുകൾ. പക്ഷേ ബെൽജിയൻ ലൈൻസിലെ ബേഡെന്ന് പറയുമ്പോൾ അതിൻ്റെ കോളറിൽ ഒരു തരി പോലും ഒരു ഷെയ്ഡ് അതുപോലെ തന്നെ ഒരു കളറോ ഉണ്ടാവില്ല. അതാണ് ലൈൻസിൻ്റെ പ്രത്യേകതയാണ്. ഒരു പീറ്റർഷ്യൻ ലൈൻസുണ്ട്. അതൊക്കെ ഓരോ ബ്രീഡർമാരുടെ ഒരു ക്വാളിറ്റിയാണ്. സെലക്റ്റീവ് ആയിട്ടുള്ള ബേഡുകളെ കളക്ട് ചെയ്ത് അതിനെ പേറിച്ച് ചിക്സുകളെ പുറത്തിറക്കണമെന്ന് വെച്ചാൽ അവരുടെ ബ്രീഡർമാരുടെ ഒരു എഫേർട്ടാണ്. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു ക്വാളിറ്റി കിട്ടുന്നത്. അപ്പോൾ അയാളുടെ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4, 3, 7 ബേഡ്, 2 പേര് ഷോൾ ലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷർ, അതുപോലെ തന്നെ 3 ഫീമെയിൽ വൈൽഡ് മാസ്ക്, അതിൽ 2 സോളിഡ് വൈൽഡ് മാസ്കും 1 മാസ്ക് പൈഡും. അപ്പം 7 ബേഡാണ് നമുക്ക് കൊടുക്കാനുള്ളത്. നമ്മുടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് എടുക്കുക. അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വൈൽഡ് ഗ്രീൻ ഫിഷിനെ ഇപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ പ്യുവറായിട്ടൊരു ലൈൻ കീപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നിന്ന് ചിക്സ് ഇറങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ ഒപ്പലൈൻസിനോടൊക്കെ പേറിച്ച് നമുക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിറക്കാം. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചിക്സുകൾ ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്, ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ. തുടർന്ന് നമ്മളിപ്പോൾ പാർബ്ലൂ, അതുപോലെ തന്നെ വയലറ്റ് അതിനോട്ടൊക്കെ പേറിച്ചിട്ടുണ്ട്, ഒപ്പലൈൻസിൻ്റെയും സ്പ്ലിറ്റ് ഒപ്പലൈൻസിനോടൊക്കെ. അതിനുശേഷം ചിക്സുകളൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് തമ്മിൽ വ്യത്യാസമൊക്കെ വെച്ച് കാണിക്കേണ്ട വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പല നമുക്ക് സിംഗിൾ പീസായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒപ്പലൈൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി അതിനോട് അങ്ങനെ ചെയ്യാം. അപ്പം അത് നമുക്ക് വൈൽഡ് ഗ്രീൻ ഫിഷറിൻ്റെ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ എപ്പോഴും നമുക്കൊരു പ്യുവർ ലൈൻ നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. അപ്പോൾ അത് ഗ്രീൻ സീരീസ് ആയിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്ററാണ്. അതിപ്പോൾ ഓരോ ബ്രീഡിങ് കഴിയുന്തോറും നമുക്ക് ആ ഇറങ്ങണ ചിക്സുകളുടെ ക്വാളിറ്റി നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ഇപ്പോൾ സാധാരണ നമ്മൾ ഒപ്പലൈൻസ് നമ്മുടെ നാട്ടിൽ ഒപ്പലൈൻസ് കൊണ്ടുണ്ടാവും, യൂവിങ് ഒപ്പലൈൻ, ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ. പക്ഷേ ഇതിൽ നിന്ന് ഇറങ്ങുന്ന ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ യൂവിങ് ഒപ്പലൈനൊക്കെ ഡിഫറൻറ്റ് ഉണ്ടാവും. കളറിലാണെങ്കിലും അതിൻ്റെ ഫെദർ ക്വാളിറ്റിയിലാണെങ്കിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഫെദർ പാറ്റേൺ അതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന ബേഡുകൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ബ്ലൂ ഒപ്പലൈൻ, അതുപോലെ തന്നെ പാർബ്ലൂ ഒപ്പലൈൻ, വയലറ്റ് ഒപ്പലൈൻ, പാർബ്ലൂ വയലറ്റ് ഒപ്പലൈൻ, അതിൻ്റെയൊക്കെ ഓരോ മ്യൂട്ടേഷൻ കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഈ ഒരേ ബ്ലഡ് ലൈനിൻ്റെ പ്രത്യേകതയാണ്. അതായത് ഇതൊക്കെ പുറത്തെ ബ്രീഡർമാരുടെ ആ ലൈൻസിലെ ബേഡുകൾ നമ്മുടെ ഇന്ത്യയിൽ വന്ന് അവിടെ നിന്ന് ഓരോരോ ബ്രീഡർമാർ കളക്ട് ചെയ്ത് അവിടെ നിന്ന് എടുത്ത് നമ്മൾ പേറിക്കണം. എല്ലാവരും ചെയ്യണ കാര്യങ്ങളാണ്. അതായത് ഒരു ബ്രീഡർ, അതായത് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണ ബേഡുകളെ വളർത്തി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ബ്രീഡർമാർക്ക് അറിയാം എങ്ങനെയാണ് ബേഡുകളെ തമ്മിൽ പേറിയിക്കുന്നതും എങ്ങനെയാണ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാം. അതൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാൻ കാര്യങ്ങൾ. അപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ പല വീഡിയോസ് വാച്ച് ചെയ്യാറുണ്ട്. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല ഭാഷകളിൽ. അപ്പോൾ നമ്മൾ അതിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ ഓരോ ബ്രീഡർമാരോട് ചോദിച്ചും അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തു പോരുന്നത്. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക ഒരു ഹോബിയുടെ പുറത്ത്, ഒരു പാഷൻ്റെ പുറത്ത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചോദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ബേഡുകൾ നമുക്ക് കൊടുക്കും അത്യാവശ്യം. അല്ലാണ്ട് ഓവറായിട്ട് ബേഡുകളൊന്നും കൊടുക്കണം. നിങ്ങൾക്കറിയാൻ പറ്റും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തത്. സാധാരണ യൂട്യൂബ് തുറന്നിട്ടുണ്ടെങ്കിൽ
ഇതിൻ്റെ ഒരു കലവറയാണ് ബേഡുകൾ കൊടുക്കാനുള്ള വീഡിയോസ്. നമ്മുടെ അടുത്ത് ഇല്ല, അതാണ് സത്യാവസ്ഥ. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് ബേഡുകൾ നമ്മുടെ അടുത്ത് ഉണ്ടായി. അപ്പോൾ അത് ഓരോരുത്തർ ചോദിച്ച്, അപ്പോൾ ആരാണെന്ന് അറിയില്ല, നമുക്ക് എത്ര പേർക്ക് നമ്മൾ ചോദിച്ചെന്ന് നമുക്കറിയില്ല. അപ്പോൾ ചിലതൊക്കെ നമ്മൾ തന്നെ മറന്നു പോയിട്ടുണ്ട്, ചിലതൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾ ബേഡുകളെല്ലാത്തിനും വാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് എടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലത്തെ നല്ല ബേഡുകൾ എടുക്കാനാണെങ്കിലും അതേപോലെ ബേഡുകളെ കുറിച്ച് അറിയാനാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയി. അതുവരെ എല്ലാവർക്കും ബൈ.